നമസ്കാരം സുഹൃത്തുക്കളെ. കോരുത്തോട് പള്ളിപ്പടി ഭാഗത്ത് പ്രവർത്തിച്ചിരുന്ന, പ്രധാനമായിട്ടും പള്ളിപ്പടി ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചിരുന്ന കോരുത്തോട്ടിലെ ആദ്യകാല പ്രസ്ഥാനങ്ങളിൽ മുൻപന്തിയിൽ എന്ന് തന്നെ പറയാമായിരുന്ന ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചുള്ള ഒരു വീഡിയോ ആണ്. അപ്പം കണ്ടു നോക്കുക. ഓക്കെ, ഇതാണ് നെഹ്റു മെമ്മോറിയൽ ഗ്രന്ഥശാലയുടെ ഇപ്പോഴത്തെ ഓഫീസും വായനശാലയും കാര്യങ്ങളുമൊക്കെ. ഇത് കോരുത്തോട് പള്ളിപ്പടിയിൽ നിന്ന് മുണ്ടക്കയം ബ്ലോക്കിലേക്ക് പോകുന്ന വഴിക്ക് ഒരു 100 മീറ്റർ മേളിലാണ് കേട്ടോ. പഴയ ഒരുപാട് ഓർമ്മകൾ ഉറങ്ങുന്ന ഒരു വായനശാലയാണ്. കോരുത്തോടിൻ്റെ ചരിത്രത്തിൽ ഒരു 55 വർഷത്തിന് മേളിൽ പഴക്കമുണ്ടെങ്കിലേ ഉള്ളൂ. എൻ്റെയൊക്കെ ചെറുപ്പകാലങ്ങളിലൊക്കെ ആയിട്ട് വളരെയധികം ബന്ധപ്പെട്ട ഒന്നാണ് ഈ വായനശാല എന്ന് പറയുന്നത്. അന്ന് ഈ കെട്ടിടങ്ങളിലൊന്നുമല്ല, 4-5 5 അതിൽ മേളിലോ കെട്ടിടങ്ങളിൽ ഇത് പ്രവർത്തിച്ചിരുന്നത് ഞാൻ ഓർക്കുന്നുണ്ട് കേട്ടോ. ഏറ്റവും ആദ്യമേ ഞാൻ ഓർക്കുമ്പം കോരുത്തോട് പഴയ സർവീസ് സഹകരണ ബാങ്കിൻ്റെ അടിനിലയിൽ ഉണ്ടായിരുന്ന ഒരു മുറി മുതൽ വളരെയധികം വളവെങ്കില പള്ളിപ്പടിക്കല വളവെങ്കില താമരശ്ശേരി കുട്ടിച്ചാട്ടിൻ്റെ 2 നില കെട്ടിടത്തിൻ്റെ അടിയിലത്തെ നില, പിന്നെ ഓർക്കുന്നത് റേഷൻ കടയുടെ മേളിൽ, അവിടെ നിന്നാണ് ഞാൻ അവസാനമായി പുസ്തകം എടുക്കുന്നത് കേട്ടോ. റേഷൻ കട, നമ്മൾ ടൈറ്റസ് നടന്ന റേഷൻ കടയുടെ മേളിലത്തെ നിലയായിരുന്നു. പിന്നെ ഇടയ്ക്ക് വേറെ 2-3 നടന്ന ചെത്തിമറ്റത്തെ അപ്പച്ചൻ്റെയൊക്കെ വീടിൻ്റെ ആ സൈഡിലുണ്ടായിരുന്ന ഒരു മുറി. ഇങ്ങനെ ഒത്തിരി മുറികളിലൊക്കെ പ്രവർത്തിച്ചിരുന്ന ഒരു വായനശാലയാണ് കേട്ടോ. കോരുത്തോടിൻ്റെ ചരിത്രമായിട്ട്, അല്ലെങ്കിൽ കോരുത്തോടിൻ്റെ വോളിബോളിൻ്റെ ചരിത്രങ്ങളായിട്ടും വായനയുടെ ചരിത്രങ്ങളുമായിട്ടും ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടേക്കുന്ന ഒരു പ്രസ്ഥാനമെന്ന് പറയാവുന്നത് ഈ നെഹ്റു മെമ്മോറിയൽ ഗ്രന്ഥശാലയാണ്. പഴയ കാലത്തെ സംബന്ധിച്ചൊക്കെ പറയുമ്പോഴത്തേനും, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും ചെറുപ്പത്തിൽ ഇതിനെപ്പറ്റിയൊക്കെ പറയുമ്പോഴത്തേനും ഈ വായനശാലയെപ്പറ്റി പറയാതിരിക്കാൻ പറ്റത്തേയില്ല. ഒരു കണക്കിന് പറഞ്ഞാൽ ഞാൻ ചെയ്ത വീഡിയോകളിൽ ഏറ്റവും ആദ്യമേ ചെയ്യേണ്ടിയിരുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതിനെപ്പറ്റിയാണ് കേട്ടോ. അന്ന് ചെയ്തപ്പം മറ്റു പല വീഡിയോകളും അങ്ങ് ചെയ്തു പോയി. പക്ഷേ ഇതായിരുന്നു ആദ്യമേ ചെയ്യേണ്ടിയിരുന്നത് എന്നെനിക്ക് തോന്നിയ ഒരു പ്രസ്ഥാനത്തെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. ശരി, വിശദമായിട്ട് പറയാം. വിശദമായിട്ട് എൻ്റെ അറിവിൽ, അല്ലെങ്കിൽ ഞാൻ ചെറുപ്പത്തിൽ ഓർത്തിരുന്ന ഒത്തിരി കാര്യങ്ങളെപ്പറ്റി കുറച്ച് കാര്യങ്ങളെപ്പറ്റി, ഒത്തിരിയൊന്നുമില്ല, കുറച്ച് കാര്യങ്ങളെപ്പറ്റിയൊക്കെ പറയുന്നുണ്ട് ഈ വീഡിയോയിൽ. ഓക്കെ, എന്നാൽ പിന്നെ ഈ പുസ്തകങ്ങളെ പറ്റിയൊക്കെ പറയുമ്പോഴത്തേനും ആദ്യകാലത്ത് ചെറിയ കഥകളും കാര്യങ്ങളിലും ഒക്കെ തുടങ്ങി, പിന്നെ പതിയെ നോവലുകളിലേക്ക് കാനവും മുട്ടത്ത് വരയ്ക്കുകയും കേശവദേവും അങ്ങനെയുള്ള ആൾക്കാരായി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അത് MD-യിലേക്കും അങ്ങനെ വികസിച്ചു. അങ്ങനെയാണ് പുസ്തകങ്ങളുടെ വായനയുടെ ഒരു കാര്യം പറയുന്നത്. ഇതിൻ്റെ അകത്ത് പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേനുമാണ് ഈ വിദേശങ്ങളിൽ നിന്നും പരിഭാഷപ്പെടുത്തിയ പുസ്തകങ്ങളിലൊക്കെ ആയി. അങ്ങനെയാണ് ഷെർലിക് ഹോംസും അങ്ങനെയുള്ള കഥകളെ പറ്റിയൊക്കെയുള്ള അതിനെപ്പറ്റിയുള്ള വായനകളിലേക്ക് മാറി. അത് കഴിഞ്ഞപ്പോഴത്തേനുമാണ് ടാർസൻ കഥകളൊക്കെ എത്തിയത്. ഇതുപോലെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു കഥയെന്ന് പറയുന്നത് വലിയ പാടാണ് കിട്ടാനായിട്ട്. കാരണം നമുക്ക് ഒരെണ്ണം വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തുടർച്ചയായിട്ട് 10-12 പുസ്തകങ്ങളുണ്ടായിരുന്നോ ടാർസൻ കഥകൾ തന്നെ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഡിറ്റക്റ്റീവ് നോവലുകളിൽ ഒരു താല്പര്യവും കണ്ടമാനവും അങ്ങ് വർദ്ധിച്ചു. പിന്നെ അതിനെപ്പറ്റിയുള്ള മാന്ത്രിക നോവലുകൾ, ഡിറ്റക്റ്റീവ് നോവലുകൾ, പിന്നെ അതായി. അതിൻ്റെ അകത്ത് മറന്നു പോകരുതാത്ത ഒരാളാണ് ഈ കോട്ടയം പുഷ്പനാഥ് കേട്ടോ. അന്നത്തെ വായനകളിൽ അദ്ദേഹത്തിൻ്റെ ഡിറ്റക്റ്റീവ് കഥാപാത്രമായ മാക്സിന് പുള്ളിയുടെ ഹാഫ് കൊറോണ എന്ന് പറയുന്ന ചുരുട്ട്, പിന്നെ റിവോൾവർ എന്നൊക്കെ പറഞ്ഞൊരു വാക്ക് പോലും ഞാൻ കേൾക്കുന്ന അത്ര കുഞ്ഞായിരിക്കുമ്പം പോലും ഈ കോട്ടയം പുഷ്പനാഥിൻ്റെ ബുക്കുകളിൽ നിന്നൊക്കെയാണ് കേട്ടോ. അതിനുശേഷമാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഈ എഴുത്തുകാരിലൊരു ഭീകരൻ എന്ന് പറയുന്ന ആളുണ്ട് കേട്ടോ, ബ്രോം സ്റ്റോക്കർ. എൻ്റെ പൊന്നെ, ട്രാക്കുള വീണ്ടും വരുന്നു. ട്രാക്കുളയ്ക്ക് മരണമില്ല എന്ന് പറഞ്ഞ് കുറേ പുസ്തകങ്ങളൊക്കെ. ഈ ട്രാക്കുള എന്ന് പറയുന്ന പുസ്തകം വായിച്ച് ഞാനിപ്പോഴും ഓർക്കുകയാണ് കേട്ടോ. അത് മെഴുതിരിയുടെ വെട്ടത്തിൽ അവിടെ ലൈബ്രറിയിൽ നിന്ന് എടുത്തുകൊണ്ട് പോരുന്നത്. കറണ്ടില്ലാത്ത കാലത്താണ് ഈ കാര്യങ്ങളൊക്കെ. പിന്നെ വീട്ടിലിരിക്കുന്ന പറഞ്ഞാൽ മണ്ണെണ്ണ വിളക്കിൻ്റെ വെട്ടത്തിലാണ് തിണ്ണയിലിരുന്നുകൊണ്ട് വായിച്ചുകൊണ്ട് രാത്രി വീട്ടുകാരൊക്കെ കിടന്ന് ഉറങ്ങാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ നമുക്കൂടെ പേടി വരുന്ന സൈസ് അവതരണവും കാര്യങ്ങളും ഒക്കെയാണ്. എന്തായാലും അതൊരു അസാധ്യ പുസ്തകം തന്നെ ഈ ട്രാക്കുള.
അതുകൊണ്ടായിരിക്കും അതിൻ്റെ ആ പിന്നെ 2-ാം പേജിൽ ഏതോ എടുത്തുകൊണ്ട് പോയ ബിരുദന്മാരാനാണ്ട് ഈ പുസ്തകം രാത്രി വായിക്കരുത് എന്ന ആ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് കേട്ടോ. അത്രയൊക്കെയാണ് പുസ്തകങ്ങളെ പറ്റി പറയാനായിട്ടുള്ളത്. പിന്നെ ആയിക്കഴിഞ്ഞപ്പോഴത്തേന് ഇപ്പം നേര് പറഞ്ഞാൽ പത്രം വായിക്കും. അല്ല, പുസ്തകങ്ങളുടെ ലോകങ്ങളൊക്കെ ഈ ബുക്കുകൾ ഫേസ്ബുക്കിൽ നിന്നും അങ്ങനെയുള്ളതിൻ്റെ കൂടുതലും സത്യത്തിൽ ഇപ്പം പുസ്തകങ്ങൾ കൂടുതലൊക്കെ പ്രസിദ്ധീകരിക്കുന്ന പോലും ഫേസ്ബുക്കിലും അങ്ങനെയുള്ള മീഡിയകളിലൊക്കെ ആണല്ലോ. ഇപ്പോൾ കൂടുതൽ അങ്ങനെയൊക്കെയാണ് വായനകൾ. ഓക്കെ എന്നാൽ സുഹൃത്തുക്കളെ, എൻ്റെ ചെറുപ്പകാലത്ത് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് ചെറുപ്പത്തിലല്ല സ്കൂളിൻ്റെ കാലത്ത് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരുന്ന ഒരു സ്ഥലമെന്ന് പറയുന്ന കോരത്തോട് പള്ളിപ്പടിയാണ് കേട്ടോ. എൻ്റെ അമ്മാവനായ രവിയാശാന് അവിടെ തയ്യക്കട ഉണ്ടായിരുന്നു. പിന്നെ അച്ചാച്ചൻ ചെത്തിക്കൊണ്ടിരുന്ന കോരത്തോടിനും പള്ളിപ്പടിക്കും ഇടയ്ക്കുള്ള ഷാപ്പുംപടി എന്ന് പറഞ്ഞ സ്ഥലത്തെ ഷാപ്പിലായിരുന്നു. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ കോരത്തോട് ടൗണുമായിട്ട് കുട്ടിക്കാലത്ത് പ്രത്യേകിച്ച് ബന്ധങ്ങളൊന്നുമില്ലായിരുന്നു. എല്ലാം പള്ളിപ്പടിയായിട്ടായിരുന്നു. അപ്പോൾ ഈ അമ്മാവൻ ഈ വായനശാലയിൽ നിന്ന് പുസ്തകങ്ങൾ എടുത്ത് വെക്കും. ഞാൻ പള്ളിക്കൂടത്തിൽ നിന്ന് വരുമ്പോഴത്തേനും വീട്ടിലേക്ക് അത് എടുത്തുകൊണ്ട് പോരുന്നതൊക്കെ എൻ്റെ പണിയായിരുന്നു. ആദ്യം അങ്ങനെ ചെയ്തു. പിന്നെ അമ്മാവനവിടെ നല്ല പരിചയവും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നുള്ളതുകൊണ്ട് എന്നെ തന്നെ ലൈബ്രറിയിലേക്ക് പറഞ്ഞു വിടാനും പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് പോരാൻ അവിടെ ഉള്ളവർക്കൊക്കെ നമ്മളെ പരിചയമായിരുന്നു അങ്ങനെ. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് കുട്ടിയായിരിക്കുമ്പോൾ തന്നെ എനിക്ക് ലൈബ്രറിയിൽ പോകാനും കാലക്രമേണ എനിക്കും അവിടെ മെമ്പർഷിപ്പ് കിട്ടുകയും അവിടെ സ്വന്തം രീതിയിൽ എടുക്കുകയും അങ്ങനെ ആണ് പുസ്തകങ്ങളുമായിട്ട് അങ്ങനെ കുട്ടിത്തത്തിൽ മുതൽ ഒരു ബന്ധം വരാനുള്ള കാരണമുണ്ടായത്. ഇതാണ് സുഹൃത്തുക്കളെ കോരത്തോട് സെൻറ്റ് ജോർജ് LP സ്കൂൾ നിലനിന്നിരുന്ന ആ സ്ഥലമാണ്. അവിടെ അതെല്ലാം പൊളിച്ചു കളഞ്ഞ് ഞാനൊക്കെ പഠിച്ച കാലത്തെ സ്കൂളുകളെല്ലാം പൊളിച്ചു കളഞ്ഞിട്ട് പുതിയത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ ആ ഗ്രൗണ്ട് ആ സ്റ്റേജ് കാണുന്നതിൻ്റെ ഫ്രണ്ടിൽ L ഷേപ്പിലുള്ള ഒരു കെട്ടിടമായിരുന്നു ഓടിട്ടത്. അതിൻ്റെ ഇങ്ങേയറ്റത്തായിരുന്നു എൻ്റെ 1-ാം ക്ലാസ്. ബാക്കി 2, 3 അവിടെ ആ നീളമുള്ള ആ ഷെഡല്ല അതിനായിരുന്നു. പിന്നെ ഞാൻ 4-ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നു പറഞ്ഞാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ഈ പള്ളിയായിരുന്നു. അത് ആ കെട്ടിടമെന്ന് പറയുന്ന പള്ളിയായിരുന്നു. ആ പള്ളിയുടെ അടിനിലയിൽ ആയിരുന്നു 4C എന്ന് പറയുന്നത്. 4Cയിലാണ് ഞാൻ 4 വരെയാണ് ഇവിടെ പഠിച്ചത്. ഒത്തിരി 1, 2, 3 പറ്റിയൊന്നും വലിയ ഓർമ്മകളില്ലെങ്കിലും 4-ാം ക്ലാസ്സിൽ ഞാൻ പഠിച്ചത് എൻ്റെ ക്ലാസ് ടീച്ചർ എന്ന് പറയുന്ന കർമ്മല സിസ്റ്ററായിരുന്നു. ഞാൻ ഓർക്കുന്ന പേരും കൃത്യമായി ഓർക്കുന്ന 2 പേരെന്ന് പറഞ്ഞാൽ SJ ആനന്ദ് സാർ എൻ്റെ ഹെഡ് മാസ്റ്ററും കർമ്മല സിസ്റ്റർ ക്ലാസ് ടീച്ചറാണ്. ഈ കർമ്മല സിസ്റ്ററിനെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കാനുള്ള ഒരു കാര്യം, എനിക്കിട്ട് ഏറ്റവും കൂടുതൽ അടി തന്ന ഈ കർമ്മല സിസ്റ്ററായിരുന്നു. കാരണം ഞാനൊരുമാതിരി നല്ലപോലെ പഠിക്കുമായിരുന്നു. ഏതെങ്കിലും കാരണവശാൽ ചോദ്യം ചോദിക്കുമ്പോൾ അറിയത്തില്ലാതെയോ അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതിക്കൊണ്ട് വരാതെയോ ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പഠിക്കാൻ കഴിവുള്ള ആളല്ലേ, നിനക്കെന്തുകൊണ്ട് പഠിച്ചുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് ചോദിച്ചുകൊണ്ട് എനിക്കിട്ട് അടിയൊക്കെ തരുമായിരുന്നു. പക്ഷേ സിസ്റ്ററിനെ ഓർക്കുന്ന മറ്റൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ ചോറില്ലാതെ ഞാനിരിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ കുറേ പ്രാവശ്യം ഇതിൻ്റെ കുറച്ച് മുകളിലാണ് മടമൊക്കെ ഉള്ളത്, ഈ റോഡിൽ തന്നെ കുറച്ചങ്ങ് മുകളിൽ ഉച്ചയ്ക്ക് എന്നെ വിളിച്ചുകൊണ്ട് പോയി ചോറൊക്കെ തന്നിട്ടുണ്ട്. ആ കാര്യം വളരെ നന്ദിയോട് തന്നെ സിസ്റ്ററിനെ ഓർക്കാനായിട്ട്. പിന്നെ ഇതേണ്ട ഇവിടുന്ന് തൊട്ടപ്പുറം ആ മുത്തോലി കുഞ്ഞേട്ടൻ്റെ ഓപ്പോസിറ്റ് കാണുന്നതാണ് ഇപ്പോഴുള്ള CBSEയുടെ സെൻറ്റ് ജോർജ് CBSEയുടെ പുതിയ കെട്ടിടങ്ങൾ. അതാ കാണുന്ന മതിലിൻ്റെ തൊട്ട് ബാക്കിലായിരുന്നു വോളിബോൾ കോർട്ട് ആദ്യമേ ഉണ്ടായിരുന്നത്. ഞാനീ പള്ളിപ്പടിക്ക് ആ ചെറുപ്പകാലത്തിൽ വന്നുകൊണ്ടിരുന്ന 2 കാര്യങ്ങൾക്കായിരുന്നു: പുസ്തകം എടുക്കാനും വോളിബോൾ കാണാനായിട്ട് വരുന്നു. അന്നത്തെ പ്രമുഖ ആൾക്കാരെന്നൊക്കെ പറയുമ്പോഴത്തേനും ചേറ്റുകുഴി തോമാച്ചൻ ചേട്ടന്, നടയ്ക്ക് കുഞ്ഞോ ചേട്ടന്, പാപ്പച്ചൻ ചേട്ടന്, അതുപോലെ തന്നെ കണയംപ്ലാവിൽ ആ ചേട്ടൻ റെഫറി നിൽക്കുന്നത്. അങ്ങനെ പഴയ അത് മറന്നു പോകാത്ത ഒരു പേരെന്ന് പറയുന്ന കാവുങ്ക പാപ്പൻ ചേട്ടന്, അങ്ങനെയുള്ള പ്രമുഖന്. അതുപോലെ തന്നെ കുമ്പുക്കല ഒരു ചേട്ടൻ. അവരുടെയൊക്കെ പേര് കറക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് പറയാത്തത്. ചെറുപ്പകാലങ്ങളിലുള്ളതല്ലേ, അവരുടെയൊക്കെ കളികൾ കാണാനായിട്ടും ഒക്കെ അന്നത്തെ കാലത്ത് വന്നുകൊണ്ടില്ല. പിന്നെ ആയിക്കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ നടത്തുന്ന ടൂർണമെൻറ്റുകൾ ഒക്കെ കാണാനായിട്ട് വരുന്നുള്ളതല്ലാതെ പിന്നെ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പം പന്ത് കളിയോടൊക്കെ ഉള്ള
താല്പര്യമൊക്കെ കുറഞ്ഞു കഴിഞ്ഞു. ഈ വോളിബോളിൻ്റെ കാര്യം പറയുമ്പോഴത്തേനും, ഈ കോരിത്തോടിൻ്റെ വോളിബോളിൻ്റെ കാര്യം പറയുമ്പോഴത്തേനും മറന്നു പോകാൻ പാടില്ലാത്തൊരു ഫാമിലിയാണ് കേട്ടോ തടത്തിൽ പുരയിടത്തിൽ. അവരുടെയൊക്കെ ഫാമിലി ടീം തന്നെ ഉണ്ടായിരുന്നു. ഔസേപ്പി ചേട്ടന്, ബാബു ചേട്ടന്, ടോമി ചേട്ടന്, അതുപോലെ തന്നെ സാജു, ബിജു, കുട്ടിച്ചേട്ടൻ ഞങ്ങളുടെ കാലത്തെ അയൽവക്കംകാരനായിരുന്നു. അവരുടെ ആ ഫാമിലി ടീമും അവരൊക്കെ കളിക്കുന്ന ഭയങ്കര താല്പര്യമുള്ള ആൾക്കാരും വോളിബോളിനെ പറ്റി ഇതൊക്കെ വളരെ ഇതുള്ള ആൾക്കാരാണ്. അതൊക്കെ വളരെ ഇതോടെ തന്നെ ഓർക്കേണ്ട കുറേ സംഭവങ്ങളാണ് ഇവിടുത്തെ വോളിബോൾ. നെഹ്റു മെമ്മോറിയൽ ഗ്രന്ഥശാലയ്ക്ക് ഈ നാട്ടിലെ പഴയ കാലത്തെ പല കാര്യങ്ങളുമായിട്ടും പലതും, അതുപോലെ തന്നെ ഇവിടെ വോളിബോൾ കളിച്ചുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ ഈ ഏത് കാര്യങ്ങളാണെന്ന് പറഞ്ഞാലും നെഹ്റു മെമ്മോറിയൽ ഗ്രന്ഥശാലയുടെ പേരിൽ നടത്തുമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഗ്രന്ഥശാല എന്ന് പറയുന്നത് വെറുതെ ഒരു വായനശാല എന്നതിനപ്പുറം കോരിത്തോടിൻ്റെ പല സാംസ്കാരിക പരിപാടികളിലും ഒരു പേര് തന്നെയായിരുന്നു അന്നും. ഓക്കെ സുഹൃത്തുക്കളെ, ഇതാണ് കേട്ടോ എൻ്റെയൊക്കെ ആദ്യകാലത്തെ റേഷൻ കട എന്ന് പറയുന്നത്. ഇവിടെ ആണ് അവിടുന്ന് നടന്നു വന്ന് സഞ്ചിയും മണ്ണെണ്ണയ്ക്കുള്ള പാട്ടയൊക്കെ ആയിട്ട് നടന്നു വന്ന് വാങ്ങിക്കൊണ്ട് പോകുന്ന ഒരു സംഭവമായിരുന്നു. നമ്മുടെ പുളിന്താനം കൊച്ചേട്ടനാണ് ഇത് ആദ്യമേ നടത്തിക്കൊണ്ടിരുന്നത്. പിന്നെ മൂത്ത മകൻ അപ്പൻ ചേട്ടനായി. ഇപ്പം ടൈറ്റസ് ആണ് ഇളയ മകനാണ് ഇതിൻ്റെ നടത്തിപ്പൊക്കെ. ഈ റേഷൻ കടയായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ഞാൻ ഓർക്കുന്നത്, പണ്ടൊക്കെ ഇത് റേഷൻ മേടിക്കാൻ പൈസ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഈ റേഷൻ പഞ്ചസാരയൊക്കെ അവർക്ക് തന്നെ പതിച്ചു കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നേ. അതായത് പഞ്ചസാര അവരെടുക്കും, അതിൻ്റെ ഒരു തുക നമുക്ക് വരുമായിരുന്നു. അപ്പം റേഷനൊക്കെ മേടിക്കുമ്പോൾ അത് കുറച്ചുള്ള പൈസ കൊടുത്താൽ മതിയായിരുന്നു. അങ്ങനത്തെ പഴയ കാലത്തെ പറ്റി ആ റേഷൻ കട കണ്ടപ്പം വീണ്ടും ഓർത്തെന്നുള്ളതേ ഉള്ളൂ. ഇപ്പം കോരിത്തോട് ടൗണിലേക്കും ഒരു റേഷൻ കട തുടങ്ങിയിട്ടുണ്ട് കുറേ വർഷങ്ങളായിട്ട്. നമ്മുടെ മങ്കുഴിയിൽ എം.ആർ. സലീം ചേട്ടനാണ്, പരേതനായ മങ്കുഴിയിൽ എം.ആർ. സലീം ചേട്ടനാണ്. അപ്പം കുറേ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ റേഷൻ കാർഡുമൊക്കെ അങ്ങോട്ട് മാറ്റി. ഇപ്പം ഇതുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നും ഇല്ലെങ്കിലും ആദ്യകാലത്തെ കോരിത്തോട്ട് റേഷൻ കട എന്നുള്ള നിലയ്ക്ക് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. സുഹൃത്തുക്കളെ, അതേപോലെ തന്നെ ഇതാണ് കേട്ടോ ഏറ്റവും പഴയ ഒരു ചായക്കട എന്ന് പറയുന്നത് വള്ളിപ്പിടിക്കുന്നുള്ളത്, കുറ്റിക്കാട്ട് കട എന്ന് പറയുന്നത്. കുറ്റിക്കാട്ട് കുഞ്ഞേട്ടനും ചേട്ടത്തിയും പിന്നെ ഒരു ഈറ്റലമെഞ്ഞ കടയും ഒക്കെയാണ് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നത്. ഞങ്ങളൊക്കെ എന്തെങ്കിലും സാധനം ഞാനൊക്കെ ഇവിടെ ഈ പള്ളിപ്പടിക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വിൽക്കാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചമ്പനും കപ്പലണ്ടിയൊക്കെ വിൽക്കാൻ വരുമ്പോഴത്തേനും ഈ കടയിൽ നിന്ന് ബോണ്ടയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുമായിരുന്നു കേട്ടോ. ഒരു 20 പൈസയോ 30 പൈസയോ കണ്ടായിരുന്നു തോന്നുന്നു. അങ്ങനെ ഇപ്പം തോമാച്ചനാണ് കേട്ടോ, ഇളയ ആളാണ്. കുഞ്ഞേട്ടൻ്റെ മകൻ തോമാച്ചനാണ് ഇപ്പം നടത്തുന്നത്. കുഞ്ഞേട്ടൻ കഴിഞ്ഞ വർഷമാണ് മരിച്ചത്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു ഓർമ്മയും കൂടി വന്നുകൊണ്ട് പറയുന്നുള്ളൂ. സുഹൃത്തുക്കളെ, അങ്ങനെ നെഹ്റു മെമ്മോറിയൽ ഗ്രന്ഥശാലയെ പറ്റിയോ പുസ്തകങ്ങളെ പറ്റിയോ വോളിബോളിനെ പറ്റിയോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറയാനൊത്തിരി ഇനിയും ബാക്കിയാണ് കേട്ടോ. വായനയുടെ ഒരു കാലഘട്ടത്തിൽ ലൈബ്രറി ചെന്ന് കഴിഞ്ഞാൽ എത്ര തേടിയെന്ന് പറഞ്ഞാലും നമുക്കൊരു വായിക്കാത്ത പുസ്തകം എടുക്കാൻ പറ്റത്തില്ലാത്ത ഒരവസ്ഥ വരെ വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും ഈ ആ രജിസ്റ്റർ നോക്കിയിട്ട് ആരൊക്കെയാണ് പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് പോയേക്കുന്ന ആൾക്കാരെ നോക്കി നമ്മൾ വായിക്കാത്ത പുസ്തകം ആരുടെയും കയ്യിലുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ആൾ എന്നാ വരുന്നതെന്നൊക്കെ അവിടെ ചോദിച്ചറിഞ്ഞിട്ട് അന്ന് പുസ്തകം എടുക്കാൻ പോകുന്നൊരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അന്നൊക്കെ ഇപ്പം മുണ്ടക്കയത്ത് പഞ്ചായത്തിൽ ലൈബ്രറിയിൽ പോയാലോ എന്ന് വരെ ആലോചിച്ചിരുന്നൊരു കാലമുണ്ട്. അതൊന്നും നടപടിയിൽ വന്നില്ല എന്നുള്ളതാണ്. അതുപോലെ വോളിബോളിനെ പറ്റി പറഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്ക് വീട്ടുപേരേലും പറയാനറിയാവുന്ന ആൾക്കാരെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അതല്ലാതെ മുഖങ്ങൾ ഒത്തിരി ഓർമ്മയുണ്ട്, പക്ഷേ അത് പറയാൻ പറ്റത്തില്ലല്ലോ. അതിൻ്റെ ഇടയിൽ മറന്നുപോകാത്ത വേറെ 1-2 പേരെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെത്തി ജോസിയേട്ടൻ്റെ സർവീസ്, ആ കുടുംബയിലെ ജോർജ് എന്നാണ് തോന്നുന്നു ആ ചേട്ടൻ്റെ പേര്, പുള്ളിയുടെ ഷോട്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി മുഖങ്ങളും അത്രയിലുമൊക്കെ ഓർക്കുന്നത് തന്നെ അതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. അത്രയും ചെറുപ്പത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മറന്നു പോകുന്നതും കൂടിയാണ്. ശരി സുഹൃത്തുക്കളെ, അതൊക്കെയാണ് എനിക്ക് നെഹ്റു മെമ്മോറിയലിനെ എന്ന NMGയെ പറ്റിയുള്ള ഓർമ്മകളുടെ കുറേ ഭാഗങ്ങൾ. അപ്പം അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ
ശരി സുഹൃത്തുക്കളെ, ബൈ.